ഹലോ ഗായ്സ്, വെൽക്കം ടു ലിറ്റിൽ ഷെഫ് ആൻഡ് സീൻ ആൻഡി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ KFC. കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത് സാധനങ്ങൾ: പാല്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളിപ്പൊടി, ഉള്ളിപ്പൊടി, ചിക്കൻ, കുരുമുളക് പൊടി, വിനാഗിരി. ഇത് നമ്മുടെ ഫസ്റ്റ് സെറ്റാണ്. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ 2 കപ്പ് പാലൊഴിക്കണം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ എടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം ഇടണം. ഇത് കുരുമുളകാണ്. ഇനി നമുക്ക് 1/4 ടീസ്പൂണിൽ വെളുത്തുള്ളിപ്പൊടി ഇടാം. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ എടുക്കാം. എന്നിട്ട് ആ സ്പൂണിലേക്ക് നമുക്ക് ഇത്തിരി ഉള്ളിപ്പൊടി ഇടാം, വെളുത്തുള്ളിപ്പൊടി ഇടാം. ഇനി നമുക്ക് 1/4 ടീസ്പൂണിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതെ, നമ്മൾ ഇതിലിതാണ്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ചിക്കൻ കാലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. അതാണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന പോലെ. ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു ബൗൾ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. 1 2. ഇനി നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച ബൗളിൽ 4 ടേബിൾ സ്പൂൺ പാലൊഴിക്കാം. 1 2 3 4. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ മുട്ട പൊട്ടിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ നമ്മുടെ ചിക്കനും ഈ ഉണ്ടാക്കിയ മാവും മുട്ടയും വേറൊരു സ്ഥലത്ത് കിച്ചണിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് തീയിൽ പാത്രം വെച്ച് തീ കത്തിക്കാം. പാത്രം വയ്ക്കാം. നമ്മൾ പാത്രത്തിൽ ടിഷ്യൂം വെച്ചു. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നമ്മുടെ കുക്കർ ചൂടായി അതിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. നമ്മളൊരു ചിക്കൻ എടുത്തു, മുട്ടയിലേക്കൊന്ന് മുക്കി. എന്നിട്ട് നമ്മൾ ഈ മാവിലൊന്ന് പുരട്ടിയെടുത്തു. വീണ്ടും മുട്ടയിലേക്ക് വെച്ചു. വീണ്ടും മാവിലേക്ക് വെച്ചു. നമ്മൾ ആ എണ്ണയിലേക്കിടും. നമുക്ക് വേറെ ഒരെണ്ണം ചെയ്യാം. മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തു. നമ്മൾ ആ മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് എല്ലായിടും ഒന്ന് കവർ ചെയ്യുന്നു. പിന്നെ വീണ്ടും ഡിപ്പ് ചെയ്തു, വീണ്ടും കവർ ചെയ്യുന്നു. കണ്ടു, ഈ ചിക്കനൊന്ന് ചെറുതായിട്ടായിരിക്കുന്നു. നമുക്കിത് നന്നായിട്ട് വേവാൻ കുക്കർ അടച്ചു കൊടുക്കാം.
കുക്കറിലാണ് നമ്മളിത് വെക്കേണ്ടത്. നമുക്കിതൊന്ന് തുറക്കാം. ഇത് തുറന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. നമ്മളത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. എന്നിട്ട് ടിഷ്യൂള്ള പാത്രത്തിൽ അപ്പോഴത്തേക്ക് ഇതാണ്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഇനി പുതിയ പുതിയ ഡിഷുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗായ്സ്. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. കാണിച്ചേ, അത് കാണില്ലേ, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു, ബൈ.